നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ ചാനലിൻ്റെ പേര് മറന്നിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു, സരസ്വതി. അപ്പോൾ സരസ്വതിയിലെ പുതിയൊരു ക്ലാസ് നമ്മളിന്ന് തുടങ്ങുകയാണ്. അപ്പോൾ എല്ലാ മക്കൾക്കും വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. 5ാം ക്ലാസ്സിലെ മലയാള പാഠഭാഗമാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. യൂണിറ്റ് 3 നടന്നു നടന്ന് പിന്നെ പറന്നു പറന്ന്. എന്താണ് നടന്നു നടന്ന് പിന്നെ പറന്നു പറന്ന്? അപ്പോൾ അതിലെ ആദ്യം തന്നെ പറയുന്നത് കുത്തുകൾ യോജിപ്പിച്ച് നോക്കൂ. കുറേ കുത്തുകൾ കൊടുത്തിട്ടുണ്ട്. അത് യോജിപ്പിച്ചാൽ നമുക്ക് കിട്ടുന്നത് ഒരു ചിത്രമാണ്. ആ ചിത്രം ഏതാണെന്നറിയോ? താജ്മഹൽ. ഏതിന്റെ ചിത്രമാണ് മക്കളെ കിട്ടുന്നത്? താജ്മഹൽ. താജ്മഹലിന്റെ ചിത്രമാണ് നമുക്ക് ലഭിക്കുന്നത്. ചിത്രത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെല്ലാം പറയാനുണ്ട്? ചിത്രത്തെക്കുറിച്ച് എന്തെല്ലാം പറയാനുണ്ടെന്നാണ് അടുത്ത ചോദ്യം. എന്തെല്ലാം പറയാനുണ്ട് നമുക്ക്? ഒന്നാമതായിട്ട് നമുക്ക് പറയാം, ലോകമഹാത്ഭുതങ്ങളിൽ ഒന്നായ താജ്മഹലിന്റെ ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്താണ് ആദ്യത്തെ ഒരു പോയിന്റ്? എന്താണ് മക്കളെ? ലോകമഹാത്ഭുതങ്ങളിൽ ഒന്നായ താജ്മഹലിന്റെ ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഒരു പോയിന്റ് കിട്ടിയേ. ഒന്നുകൂടെ ടീച്ചറൊപ്പം പറ. ലോകമഹാത്ഭുതങ്ങളിൽ ഒന്നായ താജ്മഹലിന്റെ ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ. രണ്ടാമത്തെ പോയിന്റ്, ഉത്തർപ്രദേശിലെ ആഗ്രയിൽ യമുന നദി സ്ഥിതി ചെയ്യുന്നു. എന്താണ് പറയുന്നത്? ഉത്തർപ്രദേശിലെ ആഗ്രയിൽ യമുന നദി സ്ഥിതി ചെയ്യുന്നു. ഉത്തർപ്രദേശിലെ ആഗ്രയിൽ യമുന നദി സ്ഥിതി ചെയ്യുന്നു. അപ്പൊ രണ്ടാമത്തെ പോയിന്റ് എന്താ? ഉത്തർപ്രദേശിലെ ആഗ്രയിൽ യമുന നദി സ്ഥിതി ചെയ്യുന്നു. ഓക്കെ. മൂന്നാമത്തെ പോയിന്റ്, ഭാര്യ മുംതാസ് മഹലിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് എന്ത് പണി കഴിപ്പിച്ചിട്ടുള്ളത്? താജ്മഹൽ പണി കഴിപ്പിച്ചിട്ടുള്ളത്. ഭാര്യ മുംതാസ് മഹലിന്റെ ഓർമ്മയ്ക്കായി ഷാജഹാൻ ചക്രവർത്തി പണി കഴിപ്പിച്ചിട്ടുള്ളതാണ് എന്ത്? താജ്മഹൽ. എന്താണ്? താജ്മഹൽ. അങ്ങനെ എത്ര പോയിന്റായി? 3. നാലാമത്തെ പോയിന്റ്, വെണ്ണക്കല്ലിൽ കൊത്തിയെടുത്ത ഈ മഹാത്ഭുതം. എന്തിലാണ് കൊത്തിയെടുത്തത്? വെണ്ണക്കല്ലിൽ കൊത്തിയെടുത്ത ഈ മഹാത്ഭുതം മുഗൾ വാസ്തുവിദ്യയുടെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ട്, ഉത്തമ ഉദാഹരണം മാത്രമല്ല ഏറ്റവും വലിയൊരു ഉദാഹരണമായിട്ടാണ് പറയുന്നത്. എന്തിലാണ് കൊത്തിയെടുത്തിട്ടുള്ളത് മക്കളെ? വെണ്ണക്കല്ലിൽ കൊത്തിയെടുത്ത ഈ മഹാത്ഭുതം മുഗൾ വാസ്തുവിദ്യയുടെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് കൂടി പറയപ്പെടുന്നു. 5ാമത്തെ പോയിന്റ്, ആയിരക്കണക്കിന് കലാകാരന്മാരും ശില്പികളും ചേർന്ന് 22 വർഷം എടുത്താണ് പണി പൂർത്തിയാക്കിയത്. എത്ര വർഷം എടുത്താണ്? 22 വർഷം. എത്ര കലാകാരന്മാരാ? ആയിരക്കണക്കിന് കലാകാരന്മാരും വാസ്തുവിദ്യക്കാരും ശില്പികൾ, അതായത് ഒരുപാട് കലാകാരൻ, ആയിരക്കണക്കിന് ശില്പികളും കലാകാരന്മാരും ഇവരെല്ലാം ചേർന്ന് 22 വർഷം എടുത്തിട്ടാണ് എന്ത് പൂർത്തിയാക്കിയത്? താജ്മഹലിന്റെ പണി പൂർത്തിയാക്കിയത്. ഇത്രയും 5 പോയിന്റ്സ് എങ്കിലും നമുക്ക് കിട്ടണം. അപ്പൊ ഈ കുത്തുകൾ യോജിപ്പിക്കാൻ പോകുമ്പോൾ നമ്മൾ കുത്തുകൾ യോജിപ്പിച്ചപ്പോൾ എന്ത് കിട്ടി? താജ്മഹലിന്റെ ചിത്രം കിട്ടി ഇല്ലേ? താജ്മഹലിന്റെ ചിത്രം കിട്ടി. അടുത്ത ചോദ്യം എന്താണ്? ചിത്രത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെല്ലാം പറയാനുണ്ട്? ചിത്രത്തെക്കുറിച്ച് നമുക്ക് എന്തൊക്കെ പറയാനുണ്ടായിരുന്നു? ലോകമഹാത്ഭുതങ്ങളിൽ ഒന്നായ താജ്മഹലിന്റെ ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ലോകമഹാത്ഭുതങ്ങളിൽ ഒന്നായ താജ്മഹലിന്റെ ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഉത്തർപ്രദേശിലെ ആഗ്രയിൽ യമുന നദി സ്ഥിതി ചെയ്യുന്നു. ഭാര്യ മുംതാസ് മഹലിന്റെ സ്മരണയ്ക്ക് ഷാജഹാൻ ചക്രവർത്തിയാണ് ഇത് പണി കഴിപ്പിച്ചിട്ടുള്ളത്. 4ാമത്തെ പോയിന്റ് എന്താ? വെണ്ണക്കല്ലിൽ കൊത്തിയെടുത്ത ഈ മഹാത്ഭുതം മുഗൾ വാസ്തുവിദ്യയുടെ മുഗൾ വാസ്തുവിദ്യയുടെ ഏറ്റവും ഉത്തമ ഉദാഹരണമായിട്ട്, ആദ്യത്തെ ഉദാഹരണമായിട്ടും പറയപ്പെടുന്നു. ഏറ്റവും വലിയ ഉദാഹരണമായിട്ടാണ് പറയപ്പെടുന്നത്. 5ാമത്തത് എന്താ? ആയിരക്കണക്കിന് കലാകാരന്മാരും ശില്പികളും ചേർന്ന് 22 വർഷം എടുത്തിട്ടാണ് എന്ത് പണി പൂർത്തിയാക്കിയത്? താജ്മഹലിന്റെ പണി പൂർത്തിയാക്കിയത്. അപ്പൊ എന്തൊക്കെ നമ്മൾ ഇന്ന് പഠിച്ചു? ഈ കുത്തുകൾ പ്രവേശകത്തിലെ കുത്തുകൾ യോജിപ്പിക്കാൻ നമ്മൾ യോജിപ്പിച്ചപ്പോൾ നമുക്ക് താജ്മഹലിന്റെ ചിത്രം കിട്ടി. ആ താജ്മഹലിന്റെ ചിത്രത്തിൽ നമുക്ക് എന്തെല്ലാം മനസ്സിലാക്കാൻ എഴുതാൻ പറഞ്ഞു? ഒരു 5 പോയിന്റ്സ് നമ്മൾ പഠിച്ചു. ഈ 5 പോയിന്റ്സും നന്നായി എൻ്റെ മക്കള് അടുത്ത ക്ലാസ്സിൽ വരുമ്പോഴേക്കും പഠിച്ചിരിക്കണം. ടീച്ചർ ഒന്നുകൂടി അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ഓർമ്മിപ്പിക്കാം. അപ്പോൾ എല്ലാ മക്കൾക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ശരി, താങ്ക് യു.